മോളെ, എന്തൊക്കെയാ മുത്തശ്ശി കാട്ടിക്കൂട്ടുന്നെന്നറിയോ? ഇവിടെ ഒരാൾക്ക് സ്വസ്ഥതയില്ലമ്മേ. രാധികയുടെ അച്ഛനോടും അമ്മയോടും എനിക്ക് ബഹുമാനമുണ്ട്. പക്ഷെ ഒരു കുടുംബത്തിനെ ഇങ്ങനെ മുൾമുനയിൽ നിർത്തി ആ മുത്തശ്ശി കളിക്കുന്ന കളിയുണ്ടല്ലോ, അത് പൊറുക്കാൻ പറ്റാത്തതാ. തിരുമേനി, പ്രിയങ്ക ഗർഭിണിയാണെങ്കിൽ സുകുമാരി പ്രിയങ്കയും കൂട്ടി ആറ്റുവാശ്ശേരിയിലേക്കല്ലേ വരേണ്ടത്? അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ ഉത്തരവാദി ആരെന്ന് കണ്ടുപിടിക്കുകയല്ലേ വേണ്ടത്? അതിനു പകരം അത് വരുണിന്റെ കുഞ്ഞാണ്, അത് ഇവിടെ തന്നെ ജനിക്കണോ എന്നൊക്കെ പറയുന്നത് വരുണിന്റെയും രാധികയുടെയും ജീവിതം തകർക്കാനല്ലേ? അച്ഛാ, കുറേ നാളുകളായിട്ട് എന്റെ വീട്ടുകാർ ഇതിന്റെ പേരിൽ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുക. അച്ഛന് പറ്റുമെങ്കിൽ ഇവരിവിടുന്ന് പിടിച്ചോണ്ട് പോ. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ രണ്ടിനെയും കഴുത്ത് ഞെരിച്ച് കൊന്നു വരും. തല ഉയർത്തി നിങ്ങളെ നോക്കാനുള്ള ധൈര്യം പോലും ഇപ്പോൾ എനിക്കില്ല. നിങ്ങൾ പറയുന്നതൊക്കെ അച്ഛന് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ അവസ്ഥ കൂടി ഒന്ന് മനസ്സിലാക്കണം. സമനില തെറ്റിയൊരു മോള്, അവളെക്കുറിച്ച് കേൾക്കാവുന്ന ഏറ്റവും വലിയൊരു ദുരന്ത വാർത്തയെ ഇപ്പൊ കേട്ടത്. ഇതിനേക്കാൾ ഭേദം അവള് ചത്തുപോകുന്നതായിരുന്നു. മോള് വിളിച്ച് വിവരം പറഞ്ഞപ്പോ ദേവേട്ടൻ നിയന്ത്രണം വിട്ട അവസ്ഥയിലായിരുന്നു. ഞങ്ങൾ കുറെ കരഞ്ഞു, ദൈവത്തിനെ വിളിച്ചു. ഈ നാണക്കേട് ഞാനും എന്റെ കുടുംബവും ചുമക്കേണ്ടതാ. അതിന് കണിമംഗലത്തുകാരുടെ തല താഴേണ്ട കാര്യമില്ല. അച്ഛാ, നിന്നെ വിവാഹം കഴിച്ചയച്ചിട്ട് അതിനൊരു നീതി ചെയ്യാൻ അച്ഛന് പറ്റിയില്ലല്ലോ കുട്ടി. ഇച്ചിരി കുടിക്കേ. മതി. നന്നായിട്ട് കഴിക്കുമോളെ, എന്നാലല്ലേ വയറ്റിലുള്ള കുഞ്ഞുവാവ നല്ല കുട്ടിയാവൂ. വാതറ. എന്റെ മക്കള് കൂടി കുറച്ചുകൂടെ കഴിക്കുമോളെ, മുത്തശ്ശിയുടെ മോളല്ലേ. അമ്മേ, നീ വന്നോ? ഇവൾക്ക് ഈ കുറുക്ക് കൊടുത്തു കഴിഞ്ഞിട്ടേ അമ്മ അങ്ങോട്ട് വിളിക്കാനിരിക്കായിരുന്നു. യശോദ, നീ വിവരം വല്ലതും അറിഞ്ഞോ? നമ്മുടെ പ്രിയങ്കമൊക്കെ വയറ്റിലുണ്ട്. ഇത് 3-ാം മാസാ. എന്തായാലും നീ ഓടിയെത്തിയല്ലോ. ഇതാണ് പെൺമക്കളോടുള്ള സ്നേഹം. എടാ, ഇനിയിപ്പോ രണ്ടാളും അപ്പൂപ്പനും അമ്മൂമ്മയും ആവാൻ പോവല്ലേ? ദേവാ, നിനക്ക് പൊതുവെ പെൺകൊച്ചുങ്ങളോടാണല്ലോ ഇഷ്ടം. അപ്പോഴേ നമുക്ക് പ്രിയങ്ക മോളെ പോലൊരു പെൺകൊച്ചു മതി. അയ്യോ, അല്ലെങ്കിൽ വേണ്ട. നമ്മുടെ കുടുംബത്തിൽ ഒരു ആൺകൊച്ചുണ്ടോ? അപ്പൊ ആൺകൊച്ചു മതി. അതും വരുണിനെ പോലിരിക്കുന്ന ഒരു ആൺകൊച്ച്. പോരേടാ. അമ്മ ഇന്ന് നിർത്തുന്നുണ്ടോ? അമ്മ എന്തൊക്കെയായി കാണിച്ചു കൂട്ടുന്നേ? ഈ കുടുംബത്തിന് നാണം കെടുത്തിയത് മതിയായില്ല അമ്മയ്ക്ക്. ആരുടെ ജീവിതം തകർക്കാനാ അമ്മയെ കാണിച്ചു കൂട്ടുന്നത്?
എന്റെ യശോദേ, രാധിക മോളോട് സുകുമാരി അമ്മയ്ക്കുള്ള പകയ ഇതിനൊക്കെ കാരണം. ജയഭാരതിയമ്മേ, ഞാൻ എന്റെ മോളെ കൊണ്ടുപോവാ എന്നേക്കുമായിട്ട്. മോളെ മോളെ നിന്നെ ചൊല്ലി നടക്കുന്നതൊന്നും നിനക്ക് മനസ്സിലാവുന്നില്ല എന്ന് അച്ഛനറിയാം. അച്ഛന്റെ മോള് പേടിക്കണ്ട. നിനക്ക് എന്ത് സംഭവിച്ചാലും നിന്നെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ അച്ഛനും അമ്മയുണ്ട്. കേട്ടോ മോളെ? വരണേ, ഞങ്ങൾ ഇറങ്ങാൻ മോനെ. വരൂ. ദേവാ, നിക്കണ അവിടെ.